സ്പെയിനിലെ ചരിത്രപ്രസിദ്ധമായ കത്തോലിക്ക ദേവാലയത്തിന് നേരെ ആക്രമണം. പ്രതിയായ 21 വയസ്സുകാരനായ മൊറോക്കൻ കുടിയേറ്റക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗ്രാനഡയ്ക്കടുത്തുള്ള അൽബിനോളിലെ എൽ പോസുവേലോയിലുള്ള സാന്റിയാഗോ അപ്പസ്റ്റോറൽ പള്ളിയാണ് ചുറ്റിക കൊണ്ട് തകർക്കുകയും തീയിടുകയും ചെയ്തത്. പള്ളിയുടെ മുൻവാതിലിന്റെ ചില്ല് ചുറ്റിക കൊണ്ട് തകർത്താണ് പ്രതി അകത്തു കടന്നത്. അകത്തു കടന്ന ശേഷം നിരവധി മതപരമായ വസ്തുക്കളും പ്രതിമകളും നശിപ്പിച്ച ശേഷം ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തി. ദേവാലയം തകർക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ചുറ്റിക കൊണ്ട് പള്ളിയുടെ ജനൽ ചില്ലുകളും തകർത്തു. ശബ്ദം കേട്ട് ഓടിയെത്തിയവരാണ് തീകെടുത്തിയത്. അഗ്നിശമന സേനാംഗങ്ങൾ പെട്ടെന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട്. ക്രിസ്ത്യൻ ആരാധനാലയത്തിന് നേരെ നടന്ന ആക്രമണം മനഃപൂർവ്വമാണെന്ന് ഗ്രാനഡ അതിരൂപത അപലപിച്ചു. കുടിയേറ്റക്കാർക്കെതിരായ ശത്രുതയ്ക്ക് പേരുകേട്ട തീവ്ര വലതുപക്ഷ വോക്സ് പാർട്ടി കുടിയേറ്റ നയത്തെ ആക്രമിക്കുവാൻ ഈ സംഭവത്തെ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്.